അന്യോന്യം കൊണ്ട് പ്രസിദ്ധമായ നാടായ കടവല്ലൂരിൽ അന്യൂന്യമായ കൃഷി മാതൃകകൾ കൊണ്ട് പ്രസിദ്ധനായ ബാലാജിയാണ് കഴിഞ്ഞ കൃഷിദർശൻ പരിചയപ്പെടുത്തിയത്. ബാലാജിയുടെ കൃഷി പ്രപഞ്ചത്തിൻ്റെ മഹാകാഴ്ചകൾ കാണാനായി രണ്ടാം ഭാഗം ഞങ്ങൾ ഇന്ന് ഇവിടെ ആരംഭിക്കുന്നു. വരൂ ബാലാജിയുടെ കൃഷി പ്രപഞ്ചത്തിലേക്ക്. ഓരോ സ്കീമിനനുസരിച്ച്, അതായത് നെൽകൃഷി ചെയ്യുമ്പോൾ നെൽകൃഷിക്ക് വേണ്ടി RKVYയിലും അതുപോലെ തന്നെ സസ്റ്റൈനബിളും ഉൾപ്പെടുത്തി ആനുകൂല്യങ്ങൾ നൽകാറുണ്ട്. അതുപോലെ പച്ചക്കറിക്കായിട്ട് പച്ചക്കറി ഒരു ക്ലസ്റ്റർ രൂപീകരിച്ചിട്ടുണ്ട് കടവല്ലൂർ പഞ്ചായത്തിലെ മൊത്തം കൃഷിക്കാർക്ക് വേണ്ടി. അതിൽ ബാലാജി വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ബാലാജിയുടെ കൃഷിഭൂമിയിലെ മണ്ണ് നമ്മുടെ കേരളത്തിലൊക്കെ കാണുന്ന ലാറ്ററൈറ്റ് വിഭാഗത്തിൽ പെടുന്ന മണ്ണ് തന്നെയാണ്. അതിൽ ഓർഗാനിക് അംശം വളരെ കുറവും അതുപോലെ തന്നെ മറ്റ് അയൺ ആൻഡ് അലുമിന കൂടുതലുള്ള മണ്ണ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് കുമ്മായം ഇടേണ്ടത് വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ജൈവവളങ്ങളും ഇടേണ്ടത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ്. ഇവിടെ പശുവും മറ്റ് ജൈവവളത്തിൻ്റെ ലഭ്യതയും ഉള്ളതുകൊണ്ട് അതൊന്നു തന്നെ ജൈവവളത്തിൻ്റെ ഒരു പ്രധാന ഭാഗം ഇവിടെ നിന്ന് തന്നെ നമുക്ക് ലഭിക്കാവുന്നതാണ്. 2 പ്രാവശ്യം നെൽകൃഷിയും അവസാന സീസണിലെ പച്ചക്കറി കൃഷിയുമാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. അപ്പോൾ നെൽകൃഷിയുടെ നമ്മുടെ ഹാർവസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്ന വൈക്കോല് നീക്കിയതിന് ശേഷം ബാക്കി ഉണ്ടാവുന്നതെല്ലാം പൂട്ടി മണ്ണിലേക്ക് എടുക്കുക. അപ്പോൾ അതുവഴി തന്നെ ഓർഗാനിക് ആയിട്ടുള്ള അംശം കൂടുതലായിട്ട് മണ്ണിൽ ചേർക്കുന്നതിന് ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് സഹായിക്കുന്നുണ്ട്. ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ജൈവ വളങ്ങളുടെ ഒരു ലഭ്യത കുറവ് ഇവിടെ അത്ര ഒരു പ്രശ്നമാകാറില്ല. പച്ചക്കറിയെ ഇവിടെ പ്രധാനമായി ബാധിക്കുന്നത് കീടങ്ങളും അതുപോലെ തന്നെ രോഗങ്ങളും വളരെ കാര്യമായിട്ട് ആക്രമണം നടത്താറുണ്ട്. നമ്മൾ കൂടുതൽ ഇൻറ്റൻസീവായിട്ട് കൃഷി ചെയ്യുമ്പോൾ തന്നെ കൂടുതൽ രോഗങ്ങളും കൂടുതൽ കീടങ്ങളും കാണുക എന്നത് വളരെ സ്വാഭാവികമാണ്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അസുഖമോ അല്ലെങ്കിൽ രോഗമോ കാണുകയാണെങ്കിൽ പ്രത്യേകിച്ചും നമ്മുടെ കൃഷി ഓഫീസിൽ നിന്ന് ആനുകൂല്യങ്ങൾക്ക് ഉപരിയായി ടെക്നിക്കൽ അഡ്വൈസ് വാങ്ങാനായിട്ടാണ് ബാലാജിയേട്ടൻ കൂടുതൽ ശ്രമിക്കാറ്. അതുതന്നെയാണ് ഈ കർഷകനെ മറ്റ് കർഷകരിൽ നിന്നും പ്രധാനമായും വ്യത്യസ്തനാക്കുന്നത് തന്നെ. നമ്മൾ ഈ പ്രാവശ്യം പഞ്ചായത്തുമായിട്ട് ചേർന്നിട്ട് കർഷകർക്ക് വേണ്ടി ഒരു വിപണി സംഘടിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കർഷകരുടെ ക്ലസ്റ്ററിൽ നിന്ന് നമ്മൾ രൂപീകരിക്കുന്ന ഈ ക്ലസ്റ്ററിൽ നിന്നുള്ള മൊത്തം ഉൽപ്പന്നങ്ങൾ കൃഷിക്കാർക്ക് തന്നെ നേരിട്ട് ഇടനിലക്കാരെ ഒഴിവാക്കി കൊടുക്കാവുന്ന രീതിയിലേക്ക് ഈ വർഷം നമ്മളാക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. സൂക്ഷ്മകൃഷി വളരെ കൂടുതൽ വിളവ് ലഭിക്കുന്നതിന് വളരെ അനുയോജ്യമാണ്. അതുപോലെ തന്നെ ഈ പ്രാവശ്യം അദ്ദേഹം മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ എന്തായാലും സൂക്ഷ്മകൃഷിയിലേക്ക് ഈ പാടത്തെ മൊത്തമായിട്ട് നീക്കാനായിട്ടുള്ള ശ്രമം നമ്മൾ നടത്തുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കൊക്കെ വളരെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒന്നാന്ന് തോന്നുന്നു ഈ വില. പ്രാദേശിക വിപണിയിൽ ആണോ എങ്ങനെയാണ് വിൽക്കുന്നത്? ഇപ്പോൾ നമുക്ക് ചീരക്ക് കിട്ടുന്ന വില കിലോയ്ക്ക് 22 രൂപയാണ്. ഇപ്പോൾ 16 രൂപയാണ് വെള്ളരി കിട്ടുന്നത്. ഇത് രണ്ടപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടുള്ളൂ. അല്ല, വെണ്ടയ്ക്ക് 24 രൂപ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു വിപണി എവിടെ? പ്രധാന വിപണി പെരുമ്പിലാവാണ്. പിന്നെ പെരുമ്പിലാവ് അവർക്ക് മാത്രം എടുത്താൽ മതിയാവില്ല, അപ്പോൾ കുന്നംകുളത്തേക്ക് കൊണ്ടുപോകും. മാർക്കറ്റ് വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇത്തവണ ഈ കൃഷിക്കാരെ എപ്പോഴും ഈ സീസണിൽ ബാധിക്കുന്നത് കൃഷിക്കാരൻ കൊണ്ടു ചെല്ലുമ്പോൾ കടക്കാരൻ പറയണ വിലക്ക് എടുക്കേണ്ടി വരും. അങ്ങനെ അനുഭവം ധാരാളം. കഴിഞ്ഞ വർഷം കൃഷി ചെയ്തിട്ട് ഇതുപോലെ ഒരു ലോഡ് കുമ്പളങ്ങിയും ഒരു ലോഡ് വെള്ളരിക്കുമായി വല്ലാതെ അലയേണ്ട സ്ഥിതി വന്നു. അപ്പോൾ അവൻ വേണ്ടെന്ന് പറയും. ഇത് തിരിച്ചു കൊടുത്ത് സൂക്ഷിക്കാൻ വയ്യല്ലോ. പരിഹാരം എന്നുള്ളത് ഇത്തവണ ഞങ്ങൾ ഈ പഞ്ചായത്തിനകത്ത് കൃഷി ചെയ്യുന്ന എന്നെപ്പോലെ കൃഷി ചെയ്യുന്ന
കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അവരെല്ലാം വിളിച്ചു കൂട്ടിയിട്ടുണ്ട്. കൃഷി ഓഫീസറുടെ സഹായത്തോടു കൂടി, പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി പെരുമ്പലാവിൽ ഔട്ട്ലെറ്റ് തുടങ്ങാൻ തീരുമാനിച്ചു. എനിക്കെൻ്റെ സാധനം അവിടെ കൊണ്ട് വെച്ച് വിൽക്കാം, ഇടത്തട്ടുകാരില്ല. അപ്പോൾ എനിക്കതിന് ഏത് വിലക്ക് കൊണ്ട് വിൽക്കാം. അപ്പോൾ കൃഷിക്കാരൻ സംഘം സഹകരണ സംഘം ഉണ്ടാക്കുമ്പോൾ അവർ വില നിശ്ചയിക്കും. അല്ലെങ്കിൽ കൃഷിക്കാർ മുന്നിൽ മത്സരം വരുമല്ലോ. സ്വന്തം ഉൽപ്പന്നങ്ങൾക്ക് വില അധികാരം നമുക്ക് അത് കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും വേണ്ട ഒരു അനിവാര്യമായൊരു കാര്യം അതാണ്. എൻ്റെ ഉൽപ്പന്നത്തിന് വില നിശ്ചയിക്കാനുള്ള, ന്യായമായ വില നിശ്ചയിക്കാനുള്ള അധികാരം എനിക്ക് വേണമല്ലോ. ഇപ്പം എങ്ങനെയാ വെച്ചാൽ എനിക്ക് വില കിട്ടണില്ല, എന്നാൽ മേടിക്കുന്ന കസ്റ്റമർക്ക് വില കുറയുന്നുമില്ല. ഇടയിൽ നിൽക്കുന്ന ആളുകൾക്ക് വലിയ ലാഭം ഉണ്ടാക്കുന്ന സ്ഥിതിയുണ്ട്. അത് കാർഷിക മേഖലയെ ഏറ്റവും വലിയ ചൂഷണമാണ്. അപ്പോൾ ഇത്തവണ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഒരു കഞ്ഞിക്കുഴി മാതൃകയാട്ടോ, തോമസ് ഐസക്കിൻ്റെ കഞ്ഞിക്കുഴി മാതൃകയാണ്. നമ്മൾ തിരുവനന്തപുരം പോകുമ്പോൾ കാണാമല്ലോ, സൈഡിലൊക്കെ ചെറിയ ചെറിയ സ്റ്റോൾ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ പെരുമ്പലാവിൽ അങ്ങനെ ഒരു മാർക്കറ്റ് തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. കുടുംബശ്രീ അല്ലെങ്കിൽ ഇപ്പോൾ കർഷക തൊഴിലാളി യൂണിയൻ തന്നെ കഴിഞ്ഞ വർഷം തീരുമാനിച്ചല്ലോ, തരിശ് നിലമുണ്ടെങ്കിൽ അവർ പോയി കൃഷി ചെയ്യും. ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളുടെ ഭൂമി അവരോട് സംസാരിച്ച് കർഷക തൊഴിലാളികൾ ഏറ്റെടുത്തു. നല്ലൊരു ഫാർമറാണ് ഇത് ബാലാജേട്ടൻ. അതാണ് ഇപ്പോൾ ആത്മ അവാർഡ് കുറേ കർഷകരിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള ഒരു അവാർഡാണ് ഇപ്പോൾ ബാലാജേട്ടന് കിട്ടിയിരിക്കുന്നത്. നമ്മൾ നല്ലോണം കുറേ ആൾക്കാരുടെ കയ്യിൽ നിന്ന് അപേക്ഷ മേടിച്ചിരുന്നു. അതിന്ന് ആത്മയുടെ എല്ലാ മെമ്പർമാരും വന്ന് എടുത്തിട്ടാണ് അവാർഡ് കൊടുത്തിരിക്കുന്നത്. ഈ സ്വന്തം കൃഷിയിലൂടെ എന്ത് സന്ദേശം നൽകാനാണ് ശ്രമിക്കുന്നത്? സ്വന്തം ഞാൻ എൻ്റെ ഏറ്റവും വലിയ എനിക്ക് ആഗ്രഹിക്കുന്നത് ഇതാർക്കും ചെയ്യാം. നമ്മളത് ജോലിക്കാർക്ക് ചെയ്യാം, രാഷ്ട്രീയക്കാർക്ക് ചെയ്യാം. ഈ കൃഷിക്ക് മുഴുവൻ സമയം മെനക്കെടുന്നില്ല. ഇത്ര ബൾക്കായിട്ട് പക്ഷേ കഴിഞ്ഞു വരില്ല. ആർക്കും ചെയ്യാവുന്ന ഒരു മേഖലയാണ് കാർഷിക മേഖല. ആർക്കും ഇടപെടാവുന്നതാണ്, ഒരിക്കലും നഷ്ടമല്ല. ഒരു പക്ഷേ ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ ലാഭം, അല്ലെങ്കിൽ പണം പലിശ കൊടുക്കുന്നതിൻ്റെ ലാഭം, അല്ലെങ്കിൽ സ്വാശ്രയ സ്ഥാപനം വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ലാഭം കിട്ടിയെന്ന് വരില്ല. പക്ഷെ മറ്റേത് മേഖല ഇടപെടുന്നത് പോലെ തന്നെയുള്ള ലാഭം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് കൂടാതെ ഒരു സായുജ്യമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ രാഷ്ട്രീയത്തിൽ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും മാനസികമായ സംഘർഷം ഒരുപാട്. കാലത്ത് നമ്മളൊന്ന് ഇതിനിടയിൽ കൂടെ നടന്ന് നമ്മളതിൻ്റെ ഉൽപ്പന്നങ്ങളൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക ഉല്ലാസം അതുണ്ട്. അത് വീണ്ടും പൊതുപ്രവർത്തനത്തെ സഹായിക്കും. പിന്നെ അതിൽ എനിക്കൊരു ഉറച്ചൊരു വിശ്വാസം എന്താ വെച്ചാൽ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള ആളുകൾ ഉള്ള ഭൂമി പ്രയോജനപ്പെടുത്തിയാൽ, കേരളത്തിൽ നല്ല മഴ കിട്ടുന്ന സ്ഥലമാണല്ലോ, ധാരാളം വെള്ളമുണ്ടല്ലോ, അത് ഉപയോഗിക്കാത്ത പ്രശ്നമല്ലേ. അപ്പോൾ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ മഴ കിട്ടിയ വർഷമാണ്, 100 കൊല്ലത്തിലെടുത്ത്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ടായി തുടങ്ങി. ഇതും സംഭരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ചെയ്യുകയും കാർഷിക മേഖലയിലേക്ക് എല്ലാവരും ഇറങ്ങുകയും ചെയ്താൽ യാതൊരു സംശയവുമില്ല, നമുക്കൊരു പച്ചക്കറി പോലും തമിഴ്നാട്ടിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. വിഷത്തിൽ മുക്കി ഒരു സാധനം കഴിക്കേണ്ട ആവശ്യം നമുക്കില്ല. ഇപ്പോൾ നിലവിലുള്ള പാടങ്ങൾ സംരക്ഷിക്കും, നെൽപ്പാടങ്ങൾ സംരക്ഷിക്കും. അതെല്ലാം ഈ കോൾ മേഖല കഴിയില്ല. അല്ലാത്തതെല്ലാം ഇരുപ്പുവൽ ചെയ്യുന്നതിനോട് സഹായിക്കുകയും ചെയ്താൽ ഇപ്പോൾ ഇരട്ടി വിളവ് ഉണ്ടാക്കാം. കേരളത്തെ സംബന്ധിച്ചോളം കാർഷിക മേഖലയിൽ പൂർണ്ണമായും സ്വാശ്രയത്വം കൈവരിക്കാനാകും. കടവല്ലൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കാർഷിക രംഗത്ത് വളരെ മോശപ്പെട്ട ഒരു അന്തരീക്ഷം ആണ് നിലനിന്നിരുന്നത്. ഏകദേശം ഒരു 2000 വരെയുള്ള കാലങ്ങളിലൊക്കെ നെൽകൃഷിയൊക്കെ വല്ലാതെ പിന്നോട്ട് പോയ സമയമായിരുന്നു. ആ സമയത്താണ് ബാലാജിയെ പോലെയുള്ള ഊർജ്ജസ്വലായ ചെറുപ്പക്കാർ കൃഷിരംഗത്തേക്ക് കടന്നു വന്നത്. വെറും ഒരു പരസ്യത്തിന് വേണ്ടിയല്ല, ജീവിത ഉപാധി എന്നുള്ള നിലയ്ക്ക്, ലാഭമുണ്ടാക്കുന്ന ബിസിനസ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് കൃഷിയെ ശ്രീ ബാലാജി കാണുന്നത്. അതിൻ്റെ എല്ലാ അർത്ഥത്തിലും 100% 24 മണിക്കൂറും പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആളായിട്ട് പോലും പകൽ സമയങ്ങളിൽ കാലത്ത് അതിനു വേണ്ടി കൃത്യമായി സമയം കണ്ടെത്താനും കൃഷിയെ വളരെ ലാഭകരമാക്കി മാറ്റാനും അദ്ദേഹത്തിനായിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതിൻ്റെ ഭാഗമായി പഞ്ചായത്തിലെ മറ്റ് പല സ്ഥലങ്ങളിലും കൃഷിക്കൊരു പ്രോത്സാഹനം ഉണ്ടാക്കാൻ കൂടി അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനം ബലമായിട്ടുണ്ട്. നല്ല കർഷകൻ എന്ന രീതിയിൽ ഇനിയും വളരെ ഉയരങ്ങളിലേക്ക് അദ്ദേഹത്തിന് പോകാൻ കഴിയും. ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ഒരു 10 മേനി ഒക്കെ ഉണ്ടായിരുന്നത് 40-45 മേനി വരെ അദ്ദേഹത്തിന് ഇവിടുന്ന് വിളവ് കിട്ടുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കൃഷിയോടുള്ള താല്പര്യവും അതിൻ്റെ അറിവും നന്നായി പ്രകടിപ്പിക്കുന്നത് തന്നെയാണ്. നേരത്തെ ഇതിനിടെ നമ്മൾ വാഴപ്പഴത്തെക്കുറിച്ച് പറഞ്ഞു. നമ്മളെ പൂജ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ പൂജകഥ എത്ര രൂപ വില കിട്ടും? 60 രൂപ, 55 രൂപ, 60 രൂപ കിട്ടും, 1 കിലോ കിട്ടും. അതൊരു ലാഭകരമായ. പിന്നെ ഞാൻ പറഞ്ഞ അതിൽ വേറെ ഒരു ചിലവില്ലല്ലോ.
അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു കന്ന് വെച്ചു, ഇത് കുലച്ച് കഴിഞ്ഞാൽ ഒരു കന്ന് പറിച്ച് അപ്പുറത്തേക്ക് വെക്കും, അത്രേ ഉള്ളൂ. വേറെ നനയില്ല. മറ്റേ നന കുറവ് മതിയോ? നന കുറവ് മതി. അതൊക്കെ ഈ ഇതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണ ആ നനവ് കിട്ടും തന്നെയുള്ളൂ. പിന്നെ വളത്തിന് യാതൊരു പ്രശ്നമില്ല, മരുന്നടിക്കുന്ന പ്രശ്നങ്ങളില്ല. അപ്പോൾ അതിൽ കിട്ടുമ്പോൾ ഒരു 80% അതിൻ്റെ പ്രോഫിറ്റാണ്. അതുപോലെ തന്നെ അപ്പുറത്തെ പാടങ്ങൾ, അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്ന തന്നെ പാടങ്ങളുണ്ട് പാട്ടത്തിനെടുത്തിരിക്കും. അവിടെ എന്താ കൃഷി? അവിടെ വെള്ളരിക്കയുണ്ട്, കുമ്പളങ്ങയുണ്ട്, മത്തങ്ങയുണ്ട്, ചെരവക്കയുണ്ട്. എല്ലാം നിലത്തോടുന്നതാണ്. അത് നിലത്തോടുന്നത്. പിന്നെ കുക്കുംബറുണ്ട്. ഈ വെള്ളരിക്കയുടെയൊക്കെ വില എങ്ങനെ? വെള്ളരിക്ക ഇപ്പോൾ കിട്ടുന്ന വില 16 രൂപയാണ് കിലോക്ക് കിട്ടും. കുമ്പളം കൊടുത്തു തുടങ്ങിയിട്ടില്ല, അത് ഒരു 18 രൂപ 20 രൂപ കിട്ടുമായിരിക്കും. ഈ അത് പാടത്തിന് ഗുണം ചെയ്യും. പിന്നെ അതിൻ്റെ വളവും അതിൻ്റെ ചണ്ടിയൊക്കെ ആയിട്ട് പാടത്തിന് ഗുണം ചെയ്യല്ല. ആ കൃഷി തിരുന്നോടെ നെല്ലാരംഭിക്കും. ഇത് ഏപ്രിൽ 14 വിഷുവാണ്, 15 വിഷുവാണ്. വിഷുവിനും പോകുന്ന സമയം. വിഷുവിന് മുമ്പ് വിളവെടുപ്പ് കഴിയും. എനിക്ക് തോന്നുന്നു വിഷുവിൻ്റെ സമയത്ത് വെള്ളരിക്ക് നല്ലൊരു ഏറ്റവും വെള്ളരിക്കയും കുമ്പളങ്ങയും മത്തങ്ങയും എല്ലാം വിഷുവിൻ്റെ സമയത്ത് നല്ല വില കിട്ടും, പയറിനൊക്കെ നല്ല വില കിട്ടും. അപ്പോൾ വിഷു കഴിയുന്നതോടുകൂടി അതിൻ്റെ വിളവെടുപ്പ് പൂർണ്ണമാകും. അത് കഴിഞ്ഞ് പൂട്ടി നെല്ല് വിതയ്ക്കും. പരസ്പര സഹായമോ? അതെ അതെ അതെ. ആ നെല്ല് വിതച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നെല്ല് നടുന്നതിന് വേണ്ടി ഗ്യാപ്പില്ല. ഇത് കൊയ്തതിൻ്റെ പിറ്റേ ദിവസം പൂട്ടി നടും. അപ്പോഴേക്കും ഇപ്പോൾ ഈ ഞാറ്റിടെയൊക്കെ വേറെ രീതിയിലാണല്ലോ തയ്യാറാക്കി വയ്ക്കുക. അത് കഴിഞ്ഞ് കിട്ടുന്ന ഒരു 4 മാസമാണിത് ഈ പച്ചക്കറി കൃഷി. നമ്മൾ ബാലാജിക്ക് ഇതിനുള്ളൊരു സാങ്കേതിക സഹായം പല കാര്യങ്ങളും ചോദിച്ചറിയേണ്ടതായിട്ടുണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ അതിൽ ഒന്ന് നമ്മളതിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള ആ രീതി, എന്നെ സഹായിക്കുന്ന എൻ്റെ പണിക്കാരൊക്കെ പഴയ ആളുകളാണ്. അപ്പോൾ അവരുടെ ഭാഗത്ത് കിട്ടുന്ന പഴയ നാട്ടറിവുകൾ അത് തന്നെ ഉപയോഗപ്പെടുത്തും. പിന്നെ ഇപ്പോൾ ഉള്ള കൃഷി ഓഫീസറുണ്ട്, വളരെയധികം ഇവിടെ വന്ന് ഇന്ന് ഒരു ഫീൽഡിൽ വരാമെന്ന് പറഞ്ഞിട്ട് ചെറിയ കേടുകളിൽ നേരത്തെ കായ്പൊക്കെ ഉണ്ടായല്ലോ, അവർ ഫീൽഡ് വന്ന് സഹായിക്കാറുണ്ട്. നല്ല ആ രംഗത്ത് സാങ്കേതികമായ സഹായങ്ങൾ കിട്ടാറുണ്ട്. മറ്റൊന്നുള്ളത്, ഈ വിളകൾക്കെല്ലാം സഹായകരമായ രീതിയിൽ വളം കിട്ടത്തക്ക വിധത്തിൽ 4 പശുക്കളെ. യെസ്, അതാണ് ഏറ്റവും പ്രധാനം. അതെങ്ങനെ, അതിൻ്റെ ഒരു തുടക്കം എങ്ങനെ ഈ പശു ഈ രംഗത്തേക്ക് കൊണ്ടുവരാനുള്ള കാര്യം? പശു രംഗത്തേക്ക് കൊണ്ടുവരാമെന്ന് പറയുന്നത് ഒരു പഴയൊരു തറവാട്ട് വീടാണ് ഞങ്ങളുടെയൊക്കെ. അപ്പോൾ പശു ഉണ്ടായിരുന്നു. പശു ഇല്ലാത്തൊരു സന്ദർഭം ഉണ്ടായില്ല. ശരിക്കും എനിക്ക് ഓർമ്മ ഒരു ചെറിയൊരു പീരിയഡേ ഒരു മാസം ഒരു പശുവിനെ അതേപോലെ വിറ്റു. അപ്പോൾ ആലോചിച്ച് പശു വേണ്ട എന്നൊക്കെ അമ്മയ്ക്ക് വയ്യാതെ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ചാണകം മുഴുകുമല്ലോ, മുറ്റത്ത് നിർബന്ധമാണ്. അപ്പോൾ ചാണകം മുഴുകാൻ വേണ്ടി വേറെ വീട്ടിൽ നിന്ന് ചാണകം കൊണ്ടുവന്ന സ്ഥിതി വന്നപ്പോൾ അമ്മ അന്ന് പറഞ്ഞത് ഭയങ്കര വിഷമമായി അമ്മക്ക്. അമ്മ പറഞ്ഞ ഒരു കാരണവശാലും പോയി പശുവിനെ ഓടിക്കാൻ പശു ഇല്ലാണ്ട് പറ്റില്ല. ഒരു പക്ഷേ അതിൻ്റെ ഒരു ഇതുപോലെ ആകാട്ടെ, അമ്മ മരിക്കാനിടയായതും ബഫല്ലോ ഡിസീസ് എന്ന് പറയുന്ന ഒരസുഖവുമായി ബന്ധപ്പെട്ടിട്ട് അത് കുറേയൊക്കെ എൻ്റെ കണ്ടെത്തിയത്. 1,00,000 ആൾക്കാരെ ഉണ്ടാവുള്ളൂ ഇത്ര അത്. അപ്പോൾ അമ്മ എപ്പോഴും പശുവിൻ്റെ അടുത്തുണ്ടാവും. എല്ലായ്പ്പോഴും തൊഴുത്തിനും മറ്റേ പശുവിനെ അവർക്ക് ഈ പശുവിനെ ദൈവതുല്യമായി കാണുന്ന ആളുകളാണ്. അപ്പോൾ അത് പശു അങ്ങനെ ആയി. പിന്നെ അതിങ്ങനെ നമ്മൾ നാടൻ മാറ്റി സങ്കരീനാക്കി. പിന്നെ അത് നമ്മൾ ലാഭമാണ് ആലോചിക്കുക. വളർത്തും ലാഭം. ഇപ്പം 2 പശുവിനും കൂടി 20 ലിറ്റർ പാല് കിട്ടും. പാല് മറ്റേ ലേശം കുറച്ച് പാലൊക്കെ അടുത്ത വീടുകളിൽ ഒന്ന് കൊണ്ടുപോകും. പിന്നെ 2 കടകളിൽ പാല് കൊണ്ടുപോയി കൊടുക്കും. ബാക്കി വരുന്ന പാല് മിൽമ മാർക്കറ്റിൽ കൊടുക്കും, മറ്റേ സൊസൈറ്റി കൊടുക്കും. വളം പൂർണ്ണമായിട്ടും അതിൻ്റെ മൂത്രം, അതിൻ്റെ വളം ഉപയോഗിക്കും പൂർണ്ണമായിട്ട്. അതുപോലെ തന്നെ ഒരു പുരയുടെ കൃഷി മാതൃകയുണ്ട്. കാരണം കുറച്ച് കോഴികളുണ്ട്, ടർക്കി ഉണ്ട്, എല്ലാം ഉണ്ട്. അതിനെയൊക്കെ വളർത്തുന്നതുകൊണ്ട് ഒരു ലാഭമുണ്ടോ? നമുക്ക് അല്ല, അതിനൊന്നേ ഇപ്പോൾ അത് ഇപ്പോഴത്തെ നിലക്ക് അതിന് വല്ലാണ്ട് കോഴിത്തീറ്റയും കൊടുക്കില്ല. അതൊക്കെ അവിടെയുള്ള നമ്മുടെ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് ഒക്കെ തന്നെയാണ് കിട്ടുന്ന കൂടുതൽ അവനല്ലേ. അതെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ പ്രേക്ഷകർക്ക് കൂടുതൽ അറിയാനൊരു താല്പര്യം എന്ന് വെച്ചാൽ ഒരു ദിവസത്തെ ഒരു ടൈം ടേബിൾ, അതായത് രാവിലെ എഴുന്നേറ്റാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? 5 മണിക്ക് എഴുന്നേൽക്കും. 5 മണിക്ക് എഴുന്നേറ്റാൽ നേരെ 5 മണിക്ക് എഴുന്നേൽക്കും. 5 മണിക്ക് എഴുന്നേൽക്കും. എത്ര മണിക്കാണ് കിടക്കും? അത് നിശ്ചയില്ല. പൊതുപ്രവർത്തനം കഴിയുന്നത്. അതെ. ഇപ്പം ഇന്നലെ 12 മണിയായി. ഏകദേശം 12 മണിക്ക് മുമ്പ് കിടന്നായിട്ടുള്ള ഓർമ്മയില്ല. അത് എങ്ങനെയായാലും 5 മണിക്ക് എണീക്കാതിരിക്കലാവില്ലല്ലോ. കാരണം സൈറനടിക്കുന്ന പോലെ പശു കരഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. പശുവിനെ സംബന്ധിച്ച് കറക്കേണ്ട സമയം അവർക്ക് ഭയങ്കര ബയോളജിക്കൽ ക്ലോക്കാണ്. അപ്പോൾ 5 മണിക്ക് എണീക്കാതിരിക്കാനാവില്ല. 5 to 6 കറവ്, നമ്മുടെ പ്രാഥമികമായ കാര്യങ്ങൾ എല്ലാം കഴിച്ച് ഒരു ചായ കുടിച്ച് പാടത്തേക്ക് എത്തും. പിന്നെ 9 മണിക്ക് 9:09 കയറും. കുളിച്ച് ഭക്ഷണം കഴിച്ച് കുളിച്ച് നേരെ വെള്ളക്കുപ്പായൊക്കെ ഇട്ട് നേരെ പാർട്ടി ഓഫീസിൽ പോകും. പിന്നെ രാഷ്ട്രീയത്തിലെ കൃഷിയാണോ അതോ കൃഷിയിലെ രാഷ്ട്രീയമാണോ ഇഷ്ടം? രാഷ്ട്രീയത്തിന് കൃഷി എന്ന് പറയാൻ ഇല്ല, കൃഷിയിൽ രാഷ്ട്രീയവും ഇല്ല. പൊതുപ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം മറ്റേ പൊതുസമൂഹത്തിൻ്റെ നന്മയാണ്, വളർച്ചയാണ്. അതിന് ഏറ്റവും ഉപകാരപ്രദമാകുന്നത് കാർഷിക മേഖലയാണ്, ഒരു സംശയമില്ല.
ഇപ്പോൾ IT സോഫ്റ്റ്വെയർ മേഖലയ്ക്കൊക്കെ തന്നെ ധാരാളം പരിമിതികളുണ്ട്. അല്ല ഏതിലും ഞാൻ ചെറുതായി കാണില്ല കേട്ടോ, എല്ലാം കച്ചവടമായാലും IT ആയാലും ഒക്കെ അതിൻ്റേതായ പ്രയോജനവും ഗുണകരമായ മാറ്റം രാജ്യത്തിനുണ്ട്. പക്ഷേ അതൊക്കെ അതിനേക്കാൾ ഏറ്റവും പ്രധാനമാണ്. ഭക്ഷണം കഴിക്കാതെ പോകാനാവില്ലല്ലോ, ഭക്ഷണം കഴിക്കാൻ പോകാനാവില്ല. ഇപ്പോൾ ലോകം ചർച്ച ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം ഭക്ഷ്യസുരക്ഷയെക്കുറിച്ചാണ്. നമുക്കൊരിക്കലും ഭൂമി വർദ്ധിക്കണില്ല. അതെ ഉള്ള ഭൂമി ഒരു ഇഞ്ച് പോലും തരിച്ചിടാതെ കൃഷി ചെയ്യുകയും ലോകത്ത് ഏറ്റവും വലിയ വിപ്ലവങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് പക്ഷേ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. പട്ടിണി വന്നാൽ പിന്നെ രക്ഷയില്ല. അപ്പോൾ അത് കൂടുതൽ വിളവുകൾ എടുക്കാൻ ആവശ്യമായ രീതിയിൽ കൈകാര്യം ചെയ്യുക. പാർട്ടിക്കാരെയൊക്കെ കൊണ്ടുവന്ന് ഒരു ഇതൊക്കെ കാണിച്ചു കൊടുത്ത അനൗപചാരിക സർവകലാശാല ആക്കണത് അല്ലേ? തീർച്ചയായിട്ടും അവർ കാലത്ത് വരുന്നവരെങ്കിലും വരിക. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ പഞ്ചായത്തിൽ പ്രസിഡന്റാണ്, തിരക്കുകളാണ്. അപ്പോൾ അദ്ദേഹം വന്ന 10 ഏക്കർ പാട്ടത്തിനെടുത്ത് കൃഷിയല്ലേ. അപ്പോൾ അങ്ങനെ കുറേ, ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 18 ആളുകൾ മറ്റേ ചെറുപ്പക്കാരാണ്. ഒരു 8 മണി 9 മണി വരെ കിടന്ന് ഉറങ്ങിയിരുന്ന ആൾക്കാരാണ്. അവരിപ്പോൾ 6 മണിക്ക് പാടത്തെത്തുന്നു. 18 ഏക്കറാണ്. 18 ഏക്കർ പച്ചക്കറി കൃഷി ചെയ്യാൻ പെരുമ്പിലാവിൽ. എനിക്കൊണ്ട് നിരവധി പഞ്ചായത്തിനകത്തും കുന്നംകുളം മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ എന്ന് ഇവിടെ വന്ന് കണ്ടപ്പോഴത്തെ മാതൃകയല്ല, ഇവിടെ വന്ന് കണ്ടപ്പോൾ ഇതൊക്കെ ആർക്ക് കഴിയും എന്നൊരു തോന്നലാണല്ലോ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അത് ഏറെ സന്തോഷകരമാണ്. അതാണ് ഒരു പക്ഷേ ഈ വിളവെടുപ്പ് പോലെ തന്നെ അതും ഒരു രാജ്യത്തിന് വേണ്ടിയുള്ള വിളവെടുപ്പാണല്ലോ, സന്തോഷകരമായ കാര്യം. നമുക്കൊരു അർപ്പണബോധം തോന്നുന്നു. എന്തായാലും വളരെ നന്ദി. ആയിക്കോട്ടെ, താങ്ക് യു. കൃഷിയിൽ രാഷ്ട്രീയവും രാഷ്ട്രീയത്തിൽ കൃഷിയും കലർത്താൻ ബാലാജി ഒരുക്കമല്ല. ഇവിടെ വിളകൾക്ക് സ്വന്തം വിധിയില്ല. ഓരോ വിളകളുടെയും വിധി നിർണ്ണയിക്കുകയാണ് ബാലാജി. ബാലാജിയുടെ കൃഷിപ്രപഞ്ചം കാർഷിക കേരളത്തിന് എന്നും മാതൃകയായിരിക്കും. അടുത്തയാഴ്ച മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൗൾട്രി പ്രൊഡക്ഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷിക്കാം. റബ്ബർ നടീൽ വസ്തുക്കൾ വിതരണത്തിന്. വിശദമായ വാർത്തകളിലേക്ക്. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി തിരുവാഴാംകുന്ന് ക്യാമ്പസിൽ ആരംഭിക്കുന്ന പൗൾട്രി പ്രൊഡക്ഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് കോഴ്സിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. രാജ്യാന്തര നിലവാരത്തിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള പൗൾട്രി കോഴ്സുകൾ 3 വർഷം ദൈർഘ്യമുള്ളതാണ്. +2 വിജയിച്ചവർക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോറവും പ്രോസ്പെക്ടസും ജൂൺ 30 മുമ്പ് യൂണിവേഴ്സിറ്റി സെന്ററുകളിൽ നിന്ന് വാങ്ങാം. വരൾച്ചയെ പ്രതിരോധിക്കാനും വരൾച്ചയെ ഊർജിതപ്പെടുത്താനും സഹായിക്കുന്ന ഒരു ബാക്ടീരിയൽ ജീവാണു ലായനി PPFM എന്ന പേരിൽ തമിഴ്നാട് കാർഷിക സർവകലാശാലയുടെ കോയമ്പത്തൂർ, മധുര ക്യാമ്പസുകളിൽ ലഭ്യമാണ്. സർവകലാശാലയുടെ മൈക്രോബയോളജി വിഭാഗം വികസിപ്പിച്ചെടുത്തതാണ് PPFM. നെല്ലുൾപ്പെടെ എല്ലാ വിളകൾക്കും ഇത് അനുയോജ്യമാണ്. വിശദവിവരങ്ങൾക്ക് 0422 661 1284 അല്ലെങ്കിൽ 0452 2 422 956 എന്നീ ഫോൺ നമ്പറുകൾ ബന്ധപ്പെടുക. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ മത്സ്യസമൃദ്ധി പദ്ധതിയുടെ 3ാം ഘട്ടം ജൂൺ മാസത്തിൽ ആരംഭിക്കും. ശുദ്ധജല മത്സ്യ കർഷക വികസന ഏജൻസികളാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ശുദ്ധജല മത്സ്യകൃഷി, ഓരുജല മത്സ്യകൃഷി, കരിമീൻ കൃഷി, കൂടുകളിൽ ചെയ്യുന്ന മത്സ്യകൃഷി എന്നിവയിൽ സൗജന്യ പരിശീലനം, സൗജന്യ മത്സ്യവിത്ത്, മത്സ്യത്തീറ്റയ്ക്ക് ധനസഹായം എന്നിവ കർഷകർക്ക് ലഭിക്കും.
ഇതിനായി പഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന മത്സ്യ കർഷക ക്ലബ്ബുകൾ വഴിയോ നേരിട്ടോ കർഷകർക്ക് അപേക്ഷിക്കാം. ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്ന ഫിഷറീസ് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർമാരുടെ ഓഫീസുകൾ, മത്സ്യഭവനുകൾ, മത്സ്യ കർഷക വികസന ഏജൻസികൾ എന്നിവിടങ്ങളിൽ അപേക്ഷാ ഫോറം ലഭിക്കും. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471 2 308 295. റബ്ബർ ബോർഡിന്റെ വിവിധ നഴ്സറികളിൽ നിന്നും നടീൽ വസ്തുക്കൾ ലഭിക്കുന്നതിന് കർഷകർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. RRII 105, 414, 417, 422, 430 എന്നീ ഇനങ്ങളിലുള്ള ബ്രൗൺ ബഡ് തൈക്കുറ്റികളാണ് വിതരണം ചെയ്യുന്നത്. ബഡ് തൈ ഒന്നിന് 25 രൂപയാണ് വില. ഇതോടൊപ്പം RRII 105, 414 എന്നീ ഇനങ്ങളുടെ ബഡ് വുഡും പരിമിതമായ തോതിൽ വിൽപ്പനയ്ക്കുണ്ട്. മീറ്റർ ഒന്നിന് 20 രൂപയാണ് വില. ബോർഡിന്റെ കരിക്കാട്ടൂരുള്ള കേന്ദ്ര നഴ്സറിയിലും പുനലൂർ, പാലക്കാട്, മഞ്ചേരി, ഇരട്ടി, തളിപ്പറമ്പ് എന്നീ പ്രാദേശിക നഴ്സറിയിലുമാണ് തൈകൾ വിതരണം ചെയ്യുക. അപേക്ഷാ ഫോറം റബ്ബർ ബോർഡ് ഓഫീസുകളിൽ ലഭിക്കും. അപേക്ഷകൾ ജൂലൈ 25 വരെ സ്വീകരിക്കും. കേരള കാർഷിക സർവകലാശാലയുടെ ബാലരാമപുരം നാളികേര ഗവേഷണ കേന്ദ്രത്തിൽ നല്ല ഇനം നാടൻ സങ്കര ഇനം തെങ്ങിൻ തൈകൾ, കമുകിൻ തൈകൾ, പച്ചക്കറി വിത്തുകൾ എന്നിവ വിൽപ്പനയ്ക്ക് തയ്യാറായി. കേശശ്രീ, കേശസങ്കര എന്നീ ചീണ്ടുടി തെങ്ങിൻ തൈകൾ 125 രൂപ നിരക്കിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471 2 400 621. കുരുമുളക് കർഷകർക്കുള്ള നിർദ്ദേശങ്ങൾ. കുരുമുളകിന് വളപ്രയോഗം നടത്താൻ സമയമായി. 2 വർഷത്തിൽ ഒരിക്കൽ കുരുമുളക് ചെടികൾക്ക് 500 ഗ്രാം വീതം കുമ്മായം ചേർക്കണം. 2 മുതൽ 3 ആഴ്ചകൾക്ക് ശേഷം ജൈവവളം ചേർക്കുക. ജൈവവളം ചേർത്ത് 10 മുതൽ 15 ദിവസം കഴിയുമ്പോൾ രാസവളം പ്രയോഗിക്കാം. 75 ഗ്രാം യൂറിയ, 165 ഗ്രാം റോക്ക് ഫോസ്ഫറസ്, 175 ഗ്രാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ ചേർത്ത് ചെടികളുടെ തടം മൂടുക. ദ്രുതവാട്ടത്തെ നിയന്ത്രിക്കാൻ 1% ബോഡോ മിശ്രിതം തളിക്കണം. കുറച്ച് മിശ്രിതം ചുവട്ടിലും ഒഴിക്കണം. ചുവട്ടിൽ നിന്ന് 1 മീറ്റർ വരെ ഉയരത്തിൽ ബോഡോസ് കുഴമ്പ് തേക്കുക. വേര് പിടിപ്പിച്ച തണ്ടുകൾ ഇപ്പോൾ നടാം. കുഴികളിൽ 5 കിലോഗ്രാം വീതം കാലിവളം ചേർത്ത് മേൽമണ്ണ് കൊണ്ട് മൂടണം. കുഴികൾക്ക് 50 സെന്റിമീറ്റർ നീളവും വീതിയും താഴ്ചയും ഉണ്ടായിരിക്കണം. ഇനി കമ്പോള നിലവാരത്തിലേക്ക്. വെളിച്ചെണ്ണ കൊച്ചി ക്വിൻ്റലിന് 15,600 രൂപ, കോഴിക്കോട് 16,200, തൃശൂർ 15,600, കൊപ്ര കൊച്ചി 10,900, കോഴിക്കോട് 10,800, തൃശൂർ 10,485. കുരുമുളക് അൺഗാർബിൾഡ് 70,000, ഗാർബിൾഡ് 72,000, ചുക്ക് മീഡിയം 34,500, ബെസ്റ്റ് 36,000. മഞ്ഞൾ സേലം 7,400, ഈറോഡിൽ 8,100. അടയ്ക്ക പുതിയത് 17,000 രൂപ മുതൽ 18,000 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5 14,450 രൂപ, റബ്ബർ RSS 4 14,900, റബ്ബർ RSS 5 കോട്ടയത്ത് 14,500, റബ്ബർ RSS 4 14,900. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 15,600 രൂപ, ജൂൺ അവധി 15,700, ജൂലൈ അവധി 14,400 രൂപ. കൊപ്ര 10,900, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,600, റോട്ടറി 3,000. കുരുമുളക് അൺഗാർബിൾഡ് 70,000, ഗാർബിൾഡ് 72,000, ചുക്ക് മീഡിയം 34,500, ബെസ്റ്റ് 36,000. മഞ്ഞൾ നാടൻ 6,200, അടയ്ക്ക പുതിയത് 17,000 രൂപ മുതൽ 18,000 രൂപ വരെ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 250 മുതൽ 275 രൂപ വരെ. ജാതിക്ക തൊണ്ടില്ലാത്തത് 475 രൂപ മുതൽ 500 രൂപ വരെ. ജാതിപത്രി 750 മുതൽ 900 വരെ. ഗ്രാമ്പു 950 മുതൽ 1,135 രൂപ വരെ. റബ്ബർ RSS 5 ക്വിൻ്റലിന് 14,450, റബ്ബർ RSS 4 14,900, ഒട്ടുപാൽ 14,800, ലാറ്റക്സ് 11,800. കമ്പോള അവലോകനം. മുംബൈ ഭക്ഷ്യ എണ്ണ മാർക്കറ്റിൽ പാചക എണ്ണകൾക്ക് നേരിട്ട തളർച്ച ദക്ഷിണേന്ത്യൻ നാളികേര വിപണികളെയും ബാധിച്ചു. കാർഷിക മേഖലകളിൽ നിന്ന് പുതിയ കൊപ്ര കൂടുതലായി വിൽപ്പനയ്ക്കിറങ്ങുന്നു. കൊച്ചിയിൽ വെളിച്ചെണ്ണ വില 100 രൂപ കുറഞ്ഞ് 15,600-ലും കൊപ്ര 10,900-ലുമാണ്. തമിഴ്നാട്ടിൽ എണ്ണവില 14,600-ലേക്ക് ഇടിഞ്ഞു. ടയർ കമ്പനികളും ഉത്തരേന്ത്യയിൽ ചെറുകിട വ്യവസായികളും റബ്ബർ സംഭരണത്തിന് കാര്യമായ ഉത്സാഹം കാണിച്ചില്ല. വ്യവസായിക ഡിമാൻഡ് മങ്ങിയതോടെ 4ാം ഗ്രേഡ് ഷീറ്റ് 14,900-ലേക്ക് താഴ്ന്നു. 5ാം ഗ്രേഡ് റബ്ബർ 14,500 രൂപയിൽ വിപണനം നടന്നു.
കുരുമുളക് സംഭരണം കുറച്ച് ഉത്തരേന്ത്യൻ ഇടപാടുകാർ രംഗം വിട്ടത് ഉൽപ്പന്ന വിലയിൽ സമ്മർദ്ദമുളവാക്കി. ക്വിൻ്റലിന് 1000 രൂപ കുറഞ്ഞ് ഗാർബിൾഡ് മുളക് 72,000-ലേക്ക് താഴ്ന്നാണ് വിപണനം തുടങ്ങിയത്. വിദേശത്ത് നിന്നും ഓർഡറുകൾ എത്തിയില്ല. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 35.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.6 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 34.9, 28.2. കൊച്ചി 34.2, 26.6. ആലപ്പുഴ 33.8, 27.4. പുനലൂർ 35.2, 23.6. തിരുവനന്തപുരം കൂടിയ താപനില 34.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.